ഹായ് ഫ്രണ്ട്സ്, ഇത് വീണ്ടും മേടമാസ പുലരിയിൽ ഒരു വിഷുക്കാലം കൂടി എത്തിയേക്കാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷങ്ങളൊന്നു തന്നെയാണല്ലോ വിഷു അതെന്നും സ്പെഷ്യലാണ്. കൈനീട്ടവും കണിയും പടക്കവും എല്ലാമായി ഒരു സ്പെഷ്യൽ ഫീൽ തന്നെയല്ലേ വിഷുവിന്. ഈ വിഷു എനിക്കും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്തിട്ട് ഇതെൻ്റെ ഫസ്റ്റത്തെ വിഷുവാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വിശ്വാസംസകൾ നേരുന്നു. എല്ലാവർക്കും ഈ വിഷു സന്തോഷവും സമൃദ്ധിയും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിലമ്പിട്ടോടിവ കണി കാണാ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂരേ കിലുച്ചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാ. രാവിലത്തെ കണി കാണലും പടക്കം പൊട്ടിക്കലും ആ ബഹളം ഒച്ചയെല്ലാം കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോയി ഇറങ്ങിയിട്ടും ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ്. ഈ വിഷുവിന് വേണ്ടിയിട്ട് അമ്മയുടെ സാരിയും കൊണ്ട് അടിച്ചതാണ്. നല്ല ഇഷ്ടപ്പെട്ടു, കളർ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ നമ്മൾ വണ്ടിയിൽ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ മുല്ലപ്പൂവൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ, എന്നാലും ഏട്ടൻ വേണോ ചോദിച്ചപ്പോൾ പിന്നെ എന്താ വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല കേട്ടോ. നാലാളറിയെ കൈപിടിക്കും, തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈപിടിക്കും, തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ. ഞങ്ങൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഉണ്ണി എഴുന്നേറ്റുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലത്തെ കണിയും പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം മല്ലങ്കാവിക്ക് വന്നു കേട്ടോ. അത് പഴയന്നൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കേട്ടോ മല്ലങ്കാവ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, പഴയന്നൂർ ബ്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ. ഭയങ്കര ഫീലാണ് ഇവിടേക്ക് വരുമ്പോൾ, നിറച്ചും പാടാണ്. എനിക്കിത് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് കേട്ടോ നേരെ നമ്മൾ ആച്ചാട്ട് അമ്പലത്തേക്ക് പോയിട്ട്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. ഇവിടേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ടോ, അവിടെ പോയിട്ട് ഇവിടെ നമ്മുടെ പഴയന്നൂർ അമ്മയായിട്ട് പ്രതിഷ്ഠ, അവിടെ പോയി തൊഴുതു. എന്തോ ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു എല്ലാ അമ്പലത്തേക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി തൊഴുതു. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കിയൊക്കെ നിന്നു. പിന്നെ ഉണ്ണി എനിക്കത്തിന് വേഗം വരേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേഗം തൊഴുതിറങ്ങി കേട്ടോ. വിഷു ആയതുകൊണ്ടാണ് തോന്നുന്നു മനസ്സിലൊരു സമാധാനമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നേരെ നമ്മൾ അയ്യപ്പൻ കോവിലേക്കും പോയി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള എല്ലാ അമ്പലങ്ങളും നമ്മളൊന്ന് തൊഴുത് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ രാവിലത്തെ അടിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നിട്ട് ഡ്രസ്സൊക്കെ മാറി വണ്ടിയിൽ കയറിയിരുന്നിട്ട് നേരെ പോകാം കേട്ടോ. ഉണ്ണിയുടെ ഡ്രസ്സ് അനിയൻ്റെ വിഷുക്കോടി കേട്ടോ. ഏട്ടൻ്റെ അനിയെടുത്തുന്ന വിഷുക്കോടി കേട്ടോ വിട്ട് അമ്പലത്തേക്ക് പോണത്. വീട്ടിൽ ചെന്നിട്ട് അമ്മ വെയിറ്റ് ചെയ്തിരിക്കും. പായസവും കച്ചമ്പറൊക്കെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടോ. ഞാൻ അവിടെ ചെന്ന് അച്ചാർ, പുളിയിഞ്ചി, സലാഡ് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ കേബേജ് ഉപ്പേരി, ചോറ്, അവിയൽ, പായസം, പാലട പായസം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ പാലട പായസമാണ്. പിന്നെ മാങ്ങ അലിശ്ശേരി തോന്നുന്നു, പഴുത്ത മാങ്ങ കൊണ്ട് വെക്കില്ല, മാങ്ങ അലിശ്ശേരി. അത് പിന്നെ
പിന്നെ എന്താ സാമ്പാർ പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയിട്ട് പിന്നെ എനിക്കൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ്. അത് കഴിഞ്ഞ് ഒരു ഇരുട്ടൊക്കെ ആയപ്പോൾ വീണ്ടും നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടോ. ഉണ്ണികളൊക്കെ ഉള്ള കാരണം ഒരു പ്രത്യേക രസമായിട്ട് പടക്കം പൊട്ടിക്കുക. എന്താ എനിക്കിപ്പോൾ പഴയ പോലെ പടക്കം പൊട്ടിക്കണമെന്ന് അത്ര രസം ഇഷ്ടമില്ലായികയല്ല, എന്നാലും എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഞാൻ വന്നിരിക്കട്ടെ. പക്ഷെ ഉണ്ണികളെ കളിക്കുന്നതാണ് നമുക്ക് പ്രത്യേക രസമല്ലേ, അവർക്ക് എന്ത് സന്തോഷം. അപ്പോൾ ഞാൻ ആലോചിക്കും നമുക്കും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ ഇതുപോലെ എന്താ പടക്കം പൊട്ടിക്കാനും ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓരോ പ്രായമാകുമ്പോൾ നമുക്കത് കുറഞ്ഞ് വരും. അപ്പോൾ ഇന്ന് എൻ്റെ വിഷു വ്ളോഗ് ചെറിയ വ്ളോഗായിട്ട്, അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക.